കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നട്രാജ് പരശുരാം വിശദാംശങ്ങൾ നൽകുന്ന നട്രാജ്, വലിയ നടുക്കം ബാക്കിയാക്കുന്ന ഒരു അപകടം, അതിൽ 2 പേർ മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താണ്? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപമാണ് അപകടം. ഈ അപകടത്തിലാണ് 2 പേരും മരിച്ചത്. അമിത് വളരെ വേഗതയിൽ വന്ന ആംബുലൻസും എതിർദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു വീഴുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വലിയ ആഘാതമുണ്ടാക്കുന്ന അപകടം തന്നെയായിരുന്നു ഇത്. കുന്നംകുളം തൃശൂർ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കണ്ണൂർ സ്വദേശിയായ കുഞ്ഞിരാമനും പൂനമുച്ചി സ്വദേശിയായ പുഷ്പയുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞിരാമൻ. അദ്ദേഹം ഏറെ നാളായി കണ്ണൂരിൽ ചികിത്സയിലായിരുന്നു. ചികിത്സ അവസാനിപ്പിച്ച് കണ്ണൂരിലേക്ക് എറണാകുളത്ത് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കണ്ണൂരിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പൂനമുച്ചി സ്വദേശിയായ KV ആന്റോയും ഭാര്യ പുഷ്പയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പുഷ്പ ആശുപത്രി എത്തുമ്പോൾ തന്നെ അവരും മരിച്ചിരുന്നു. വലിയ മുറിവൊക്കെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു. അത്രയും വലുതായിരുന്നു ഇടിയുടെ ആഘാതം. എന്തായാലും ബാക്കി 5 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച കുഞ്ഞിരാമന്റെ മൃതദേഹം കുന്നംകുളത്തെ ആശുപത്രിയിലും പുഷ്പയുടെ മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയും ഇപ്പോ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കി 5 പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ബാക്കിയുള്ളവരുടെ ചികിത്സ തുടരുകയാണ്. ശരി നട്രാജ്.